ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഇവിടെ അടുത്തുള്ളൊരു മക്ക മാർക്കറ്റ് എന്ന് പറയുന്നൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുള്ള, നമുക്ക് കിട്ടാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല, അങ്ങനെയുള്ളൊരു ഷോപ്പാട്ടോ. പിന്നെ റേറ്റിലും കുറച്ചൊരു കുറവുണ്ട്, ഇത് നമ്മൾ നോക്കിയെടുക്കണം ഒക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, തസ്ബിമാല അതേപോലെ ചവിട്ടിയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാം, പിന്നെ വീഡിയോയും എടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ തസ്ബിമാല ഇങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ 33 മുത്തുള്ളതും 99 മുത്തുള്ളതും ഒക്കെ ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരുപാട് ആർഭാടുള്ളതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നോക്കി ഏതാ നല്ലത്. അപ്പോൾ എനിക്കൊരു ലൈറ്റ് ഒരു പച്ച ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തു. എനിക്കല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഈ ഒരു ലൈറ്റ് കളറ് പച്ച ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിത്, പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു മഞ്ഞ കളറുണ്ട്, അതും ഇഷ്ടമായി. പക്ഷെ അത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയതുകൊണ്ട് അത് വേണ്ട വിചാരിച്ചു. അപ്പോൾ ആ പച്ച തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ 33 മുത്തുള്ളത്, ഇതിപ്പോൾ 99 മുത്തുള്ളത് എടുത്തത്. പിന്നെ 33 മുത്തുള്ളതും ഉണ്ടായിരുന്നു, അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൽ എനിക്ക് ഇതാട്ടോ ഇഷ്ടമായത്. അത് പിന്നെ അത് അത്ര 33 ആയതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല. അങ്ങനെ അത് ഏതായാലും സെലക്ട് ചെയ്തു. ഞാൻ അങ്ങനെ എന്ത് സാധനം കുറേ നോക്കിയിട്ടാട്ടോ എടുക്കുക, പെട്ടെന്നൊന്നും ഓടിപ്പിടിച്ചൊന്നും എടുക്കില്ല. എനിക്കത് മനസ്സിന് തൃപ്തിയായാൽ മാത്രമേ ഞാനത് എടുക്കുകയുള്ളൂ. പിന്നെ ഇതൊക്കെ മുടിയിലിടുന്ന ഓരോ ക്ലിപ്പും കാര്യങ്ങളാട്ടോ, നല്ല ഭംഗിയുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റും അത്യാവശ്യത്തിന് റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ ചിലതിനൊക്കെ റേറ്റ് നമുക്ക് നോക്കിയിട്ട്, എന്നാലും നമുക്ക് ഇവിടെ ഫാൻസി സാധനങ്ങളൊക്കെ ഞാൻ ഇത്ര അധികമൊന്നും വേറെ മാളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഇവിടെ ഉള്ള അത്ര ഒന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ എന്നും തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഓരോ കുഞ്ഞു ഒരുപാട് ഭംഗിയുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടിക്ക് പിന്നെ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള മുത്തുമാല ഉണ്ടായിരുന്നില്ലേ, അതുപോലെയുള്ള മുത്തുമാലകൾ ഇപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എടുത്തതാട്ടോ. ഇപ്പോൾ പിന്നെ ആ മുത്തുമാലിൻ്റെ ഫാഷനൊക്കെ പോയില്ലേ. പിന്നെ ഇത് കുട്ടികളെ ബാഗ്, പിന്നെ ഈ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒരുപാടായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആ ഒരു ബോക്സ് മൊത്തം നമ്മൾ മേടിക്കണം. പിന്നെ ബ്രേസ്ലെറ്റ്, ചെയിന്, പിന്നെ മോതിരങ്ങൾ. അപ്പോൾ മോതിരമൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ മോതിരമൊന്നും എടുക്കുന്നില്ല, കാക്ക അതേ പറഞ്ഞിട്ട് വാങ്ങാൻ വിചാരിച്ച സാധനം മേടിച്ചാൽ മതി. എന്താ വെച്ചാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ എടുക്കാൻ തോന്നും. പിന്നെ ഇതാ ബാഗുകൾ, ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമാട്ടോ. പിന്നെ മക്കളെയും കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ പേഴ്സ്, പിന്നെ നമ്മുടെ ചെറിയ ബാഗ് ഒക്കെ ഉണ്ട്, ഏത് ടൈപ്പ് ബാഗ് വേണമെങ്കിലും ഉണ്ട്. ഇത് കണ്ടോ, നല്ലൊരു ലോക്കറ്റുള്ളൊരു ചെയിനായിരുന്നു. അതിനൊക്കെ 10-50 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 200 രൂപേൻ്റെ മേലെ പോകും കേട്ടോ, ഏകദേശം ആ റേറ്റ് വരും. പിന്നെ ഇതിൽ ഒരു റെഡ് സ്റ്റോണ് വരുന്ന ഒരു റിങ് ഉണ്ടായിരുന്നു, അതെനിക്കെല്ലാം ഇഷ്ടമായി. എനിക്ക് മോതിരമൊക്കെ റെഡ് കളറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി വെച്ചു, ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് എനിക്കിഷ്ടമായത്. ഇതൊക്കെ പക്ഷേ സൈസ് കറക്റ്റാണോ എന്നൊന്നും നോക്കാൻ കഴിയില്ല കേട്ടോ, അതൊക്കെ അതും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക, അതൊന്നും എടുക്കാൻ കഴിയില്ല. പിന്നെ ബാഗ്, ഈ ബാഗിൽ ഇതെനിക്കെല്ലാം ഇഷ്ടമായി. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എന്തോ ഇതിന് ആകെ 10 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ ഒരു 200 രൂപ ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഞാൻ ഉള്ളൊക്കെ ഒന്ന് തുറന്ന് നോക്കി, ബാഗ് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ എടുത്തതിൽ പെട്ടെന്ന് കണ്ടപ്പോൾ നോക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് 10 ദിർഹംസേ ഉള്ളൂ, ഇത്ര നല്ല ബാഗിന് വിചാരിച്ച് ബാക്കിയുള്ളതിൻ്റെയൊക്കെ റേറ്റ് നോക്കുക. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ 25 ദിർഹംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും അതിൻ്റെ റേറ്റ് ഇട്ടത് അവർക്ക് തെറ്റിപ്പോയതാണോ, ഇനി അത് തന്നെയാണോ അതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് 10 ദിർഹംസിനൊക്കെ അത്യാവശ്യം നല്ലൊരു ബാഗാട്ടോ. പിന്നെ എന്താ കുട്ടികൾക്കുള്ള ബാഗ്, ഇനിങ്ങനെ ചെക്കായിട്ട് വരുന്നത് തന്നെ, കളർ ചേഞ്ച് വരുന്ന ബാഗ്. പിന്നെ ചെരുപ്പുകൾ, കുട്ടികൾക്കുള്ള നല്ല ഭംഗിയുള്ള ബാഗ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ ബാഗ്, പിന്നെ ബോയ്സിന് ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ളത്, പിന്നെ അവരുടെ സോക്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളത്.
ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. പിന്നെ നമ്മളെ ബാത്ത് ടവലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ. അത് അവിടെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ പോയില്ല. നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ സാധനം എടുത്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചെറിയ പൈസ ആണല്ലോ എന്ന് വിചാരിച്ചാലും. പിന്നെ ചില സാധനത്തിന് നമുക്ക് ചില സാധനങ്ങൾ ഇതിനെക്കാട്ടിയും ക്വാളിറ്റി ഉള്ളത് പുറത്തുനിന്ന് ഈ ഒരു റേറ്റിന് കിട്ടുകയും ചെയ്യും. നമ്മൾ നോക്കി എടുക്കണം. ഒക്കെ പെട്ടെന്ന് തിരക്കിട്ട് ഓടിപ്പോയിട്ട് എടുക്കരുത്. ഇതൊക്കെ കുട്ടികളെ ചപ്പൽസിൻ്റെ ഏരിയ കേട്ടോ. ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉള്ളതുകൊണ്ട്, വലിയവർക്കും ചെറിയ ആൾക്കാർക്കും ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ആളും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ പോകുമ്പോഴും അവിടെ തിരക്കും ആളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂം ചപ്പൽസ് റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തണുപ്പൊക്കെ വരികയല്ലേ, അപ്പോൾ എന്തായാലും ബാത്റൂമിലേക്കും റൂമിലേക്കൊക്കെ എന്തായാലും ചപ്പൽ വേണം. പിന്നെ എന്താ ഫ്ലവർ വൈസ് അതിൻ്റെ പോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയില്ല. പിന്നെ ഫ്ലവർ വൈസ്, റൂം ഡെക്കോർ ഐറ്റംസ്, പിന്നെ കാറിലൊക്കെ മുന്നിൽ തൂക്കിയിടൂലേ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടൊക്കെ എങ്ങനെയുള്ള. പക്ഷെ ഇതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോകൂലേ. ആൾക്കാർ കൊണ്ടുവരലുണ്ട് തോന്നുന്നു. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് പുതിയൊരു വീടൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വെക്കാനൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് പിന്നെ ലാഭമാണ് കേട്ടോ. ഇവിടെ റേറ്റ് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ പല ടൈപ്പുള്ള മിററുകൾ, പിന്നെ ഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയില്ലേ, അപ്പോൾ തണുപ്പിൽ ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുണ്ട്, വലിയവർക്കുള്ളതുകൊണ്ട്. ഇത് പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്ക് ലേഡീസിനൊക്കെ പറ്റിയിട്ടുള്ള ടോപ്പ് കാര്യങ്ങൾ, അതൊക്കെ പല ടൈപ്പ് പല രീതിയിലുള്ള ഇതുണ്ട്. ഇതിനൊക്കെ 25, 10 പല റേറ്റിനുള്ളതുകൊണ്ട് കേട്ടോ. നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റിന് കുറഞ്ഞത് കിട്ടും, നല്ല ക്വാളിറ്റി ഉള്ളതന്നെ. പക്ഷെ ഒരുപാട് നോക്കി എടുക്കണം. പിന്നെ ഇന്നർ വെയേഴ്സ് കാര്യങ്ങൾ എല്ലതും ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ കുട്ടികളെ വിൻ്റർ ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ ഇവർക്ക് എടുത്തത് ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ എടുക്കാൻ പോയില്ല. അത് പിന്നെ ഒരുപാടൊന്നും വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ തന്നെ കുറച്ച് ഒരു സൈസ് കൂടുതലുള്ള നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോഴും അവർക്ക് പാകമുണ്ട്. അപ്പോൾ പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ പെൺകുട്ടികളെ ഡ്രസ്സ്, കുഞ്ഞുമക്കളെ പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഉടുപ്പുകൾ, വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ഡ്രസ്സ്, നമുക്കിങ്ങനെ ഒക്കെ ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു രസമാണ്. പക്ഷെ അവരൊക്കെ അതൊക്കെ നല്ല നീറ്റാക്കി അടുക്കി ഒതുക്കി എന്താ വെച്ചാൽ അങ്ങനെ എല്ലാവരും വരുമ്പോൾ ഇത് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന അത്ര സാധനങ്ങളല്ല. ഒരുപാട് സാധനങ്ങൾ നമ്മൾ മിഠായി തെരുവിലൊക്കെ പോകുന്ന പോലെ ഒരുപാട് സാധനം. പക്ഷേ ഓരോരുത്തരും വരുമ്പോൾ ഇതൊക്കെ എടുത്ത് അവിടെയും ഇവിടെയും വലിച്ചിട്ട് പോയാലും അവരപ്പം സ്റ്റാഫൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒക്കെ വീണ്ടും ഒക്കെ നീറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നെറ്റിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുൾ കൈ ഉള്ളത്, പിന്നെ പല ടൈപ്പ് തുണികൾ, ബനിയന്, അങ്ങനെ ഒരുപാട് മെറ്റീരിയലിൻ്റെ സാധനങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. അത് പറഞ്ഞ പോലെയൊക്കെ നമ്മൾ നോക്കിയെടുക്കണം. പിന്നെ റേറ്റും നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ തന്നെ കിട്ടും. പിന്നെ ചില ഭാഗത്തൊക്കെ ഓഫറിൽ സാധനങ്ങൾ കിട്ടും. പിന്നെ ഇത് പെൺകുട്ടികളുടെ ഡ്രസ്സ് പിന്നെ എപ്പോഴും ഒരുപാട് വെറൈറ്റി കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്കതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. അവർക്ക് ഇപ്പോൾ എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാക്കനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, അനാവശ്യമുള്ളതൊന്നും എടുക്കണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച സാധനങ്ങൾ മാത്രമൊന്നുമല്ല, വിചാരിച്ച സാധനം എടുത്തിട്ടില്ല. ബാക്കി ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇതൊക്കെ നമ്മുടെ പിന്നെ ഫോർമൽ വെയേഴ്സ് ആണ് കേട്ടോ. ഷർട്ട് കാര്യങ്ങൾ, പിന്നെ പലാസ പാൻസ്, പിന്നെ ഇതവിടെ നാഷണൽ ഡേ ആവാനായി. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് കാര്യങ്ങൾ ഇതൊക്കെ താഴെയാണ് കേട്ടോ. മറ്റേതൊക്കെ മേലെയാണ് ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെ. ഇങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് പോലെയുള്ള സാധനങ്ങളൊക്കെ താഴെയാണുള്ളത്. പിന്നെ ഇവിടെ ബുക്സ്, സ്റ്റോറി ബുക്സ്, പിന്നെ ഗ്ലാസ് ജാർസ്,
അതായത് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ തരം പാത്രങ്ങൾ, പിന്നെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ്, പിന്നെ ലേസ്, ആഷ് ബോൾസ്. ഇവിടെ എനിക്കിത് മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കഴിയുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്നുള്ള രീതിക്ക്. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ്, അതായത് ഇവിടെ നമുക്ക് ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഒന്നും ഇവിടെ ഇല്ലാത്തതായിട്ടില്ല. പക്ഷെ ഞാൻ ചവിട്ടി എടുക്കാനാണ് വന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ വിചാരിക്കുന്ന സാധനം മാത്രം ഞാൻ വിചാരിച്ച ടൈപ്പിൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ചവിട്ടി ഞങ്ങൾ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം പിന്നെ വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചവിട്ടി എടുത്തില്ല. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് എടുത്തിട്ടോ. എനിക്ക് അത്യാവശ്യമുള്ള ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്കൊക്കെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കിച്ചണിലേക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ എടുത്തു. സ്പാച്ചിലെടുത്തു. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സ്പാച്ചുല എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നുമല്ല, പക്ഷേ എനിക്കിങ്ങനെ ബാറ്ററൊക്കെ ഉണ്ടായി കഴിഞ്ഞാലൊക്കെ വടിക്കാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചവിട്ടിൻ്റെ സ്ഥലത്ത് വന്ന് നോക്കാം കേട്ടോ. അടിയിൽ റബ്ബറുള്ള ടൈപ്പ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇതൊക്കെ നമുക്ക് റൂമിലൊക്കെ ഇടാൻ പറ്റിയ ചവിട്ടിയാണ്. അപ്പം എനിക്ക് ബാത്റൂമിൻ്റെ ഒക്കെ മുന്നിൽ ഇടാൻ പറ്റിയതാണ് വേണ്ടിയത്. ഇത്ര ഭംഗിയുള്ളതൊന്നും ബാത്റൂമിൻ്റെ മുന്നിൽ ഇട്ടാലും ശരിയാവില്ല. അപ്പോൾ കുറച്ചുകൂടി ഇതിന് വലിയ റേറ്റൊന്നും ഇല്ല, പക്ഷേ എനിക്ക് ഈ ടൈപ്പല്ല വേണ്ടത്. പിന്നെ ഇതൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാട്ടോ. ഇവിടെ സ്റ്റീലിൻ്റെ പാത്രം കിട്ടൂല എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. ഇവിടെ സ്റ്റീലിൻ്റെത് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും, പക്ഷേ റേറ്റ് നമ്മളെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചധികം ഉണ്ടാവും. അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും നാട്ടിൽ നിന്ന് ചട്ടിയും പാത്രമൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടോ, ജ്യൂസ് ഗ്ലാസസ്, അതൊക്കെ ഇവിടെ നല്ല ലാഭം കേട്ടോ. ഈ ടൈപ്പ് സാധനങ്ങൾ, പൊട്ടുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാട്ടിൽ നമുക്ക് നല്ല റേറ്റ് അല്ലേ. ഇത് ഇവിടെ ഗ്ലാസിൻ്റെ സെറ്റിന്, അതേപോലെ കപ്പിൻ്റെ സെറ്റിനൊക്കെ നല്ല റേറ്റ് കുറവാണ് നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള, ഇതിനൊക്കെ 300 രൂപയൊക്കെ ഉള്ളൂ മൊത്തം 6 വരുന്ന സെറ്റിനൊക്കെ. ഇതൊക്കെ ടേബിളിൻ്റെ നടുവിലൊക്കെ നമ്മൾ വിരിച്ചിടുന്ന അങ്ങനത്തെ ടൈപ്പ് ഷീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ് ഞാൻ പോരുമ്പോൾ കാക്കയോട് പറഞ്ഞു എനിക്ക് മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അറേബ്യൻ മജ്ലിസിലേക്ക് വന്ന കേട്ടോ. അത് ദുബായിലാണ്, നമ്മുടെ മക്ക മാർക്കറ്റ് ഉള്ളത് ഷാർജയിലുമാണ്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, മന്തി കഴിക്കാൻ വിചാരിച്ചിട്ട് കാക്കക്കും ഞാൻ പറഞ്ഞപ്പോൾ കൊതിയായി. അപ്പോൾ പിന്നെ മന്തി കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഒരു പിന്നെ ഹണി ചില്ലി മന്തിയും പറഞ്ഞു. കാക്ക ഒരു പെരി പെരി അൽഫാം വരുന്ന ഒരു മന്തി ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ക്വാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. മക്കൾ നല്ല അലമ്പായിട്ടിരുന്നു കേട്ടോ. ഇപ്പം അവർ തിരെ എവിടെ ഇരിക്കുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ എടുത്തു വെച്ചതൊക്കെ അവർ ടേബിൾ മേൽ ഇരിക്കണം, പക്ഷേ ടേബിൾ മേൽ മാത്രമൊന്നും ആയിരുന്നില്ല. അവിടെ മന്തിൻ്റെ ഷോപ്പ് മുഴുവനും ഓടി നടക്കായിരുന്നു. അവിടെ ആണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയി ഇരുന്ന് ഓരോന്ന് വർത്താനം പറയലും അവരുടെയൊക്കെ പ്ലേറ്റ് പിടിച്ച് വലിക്കലും മൊത്തത്തിൽ. അതായത് ഞങ്ങളവിടെ വന്നത് ഇനി അറിയാൻ ബാക്കി അവിടെ ആരും ഇല്ല, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചോറ് വന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ ആയി മന്തി കഴിച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ കൊതിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം മന്തി കഴിച്ചു. ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ ഇവർ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇട്ടോ പ്ലേറ്റ് അടക്കം. അപ്പോൾ ഇതിൻ്റെ മുന്നേ എനിക്ക് ജ്യൂസ് പോയൊരു അനുഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ വേഗം കഴിച്ച് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഉള്ള അവസ്ഥയാണത്. ഇത്രയും നേരം പുറത്ത് നിന്നിട്ട് അവർക്ക് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറാൻ മടിയായിട്ട് പുറത്ത് തന്നെ നിൽക്കുക. നമ്മുടെ പിന്നെ വില്ലൻ്റെ ഉള്ളിലേക്ക് കയറാൻ മടിയായിട്ട് രണ്ടാളും പുറത്ത് തന്നെ തിരിഞ്ഞ് കളിക്കുക. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോകുന്നതാണ് പേടിപ്പിച്ച് കയറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.